ഈ തൊണ്ടിപ്പഴം എന്ന് പറയുന്ന ഈ ഒരു ചെടിയെ നമുക്ക് എനിക്ക് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളാണ് പരിചയപ്പെടുത്തിയത്. കാര്യം അവർക്കും അറിയില്ല ഇത് എന്താണെന്നുള്ളത്. നമ്മുടെ വാമനപുരം നദിയുടെ സൈഡിലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമുണ്ടെന്നാണ് പറഞ്ഞ്, അങ്ങനെ നല്ല മധുരവും നല്ല പുളിയുമാണെന്ന് പറഞ്ഞു. ഞാൻ പോയി കാണുകയും ആ ഫ്രൂട്ട് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നല്ല മധുരവും നല്ല പുളിയും ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പരിപാലിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നു നട്ടൊരു ചെടിയാണിത്. ഞാൻ ചെടിച്ചട്ടിയിലാണ് ചെയ്തിരുന്നത്. ആ ചെടിച്ചട്ടി ഇപ്പോഴും അതുപോലെ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ വേര് വെള്ളം ഊർന്നു പോകുന്ന ആ ഹോള് വഴി താഴേക്ക് അതിൻ്റെ വേര് വരികയും അതിനുശേഷം ആ തറയിൽ തന്നെ അത് വേര് പിടിച്ച് നല്ലൊരു ചെടിയായി മാറുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് കിട്ടുന്നത്. ഇതിപ്പോൾ ഈ തൈ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 2.5 വർഷത്തോളമായിട്ടുണ്ട്. 1 വർഷമായപ്പോഴേക്കും ആദ്യം പൂവ് വന്നു, പക്ഷേ കായ് 1-2 ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷമാണ് എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടിയത്. വളരെ എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നത് ഇതിൻ്റെ തൈ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ തൈകൾ ഇതിൻ്റെ തന്നെ തൈകൾ ചെറുതിലേ തന്നെ കായ്ക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിൻ്റെ തൈ. പിന്നെ ബാക്കി നമുക്ക് ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചും ഇതിൻ്റെ തൈകൾ എടുക്കാം. പക്ഷേ അത് വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ അത് അത്രയും താമസം വരും അത് കായാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എയർ ലെയറിങ് ചെയ്യുന്നതായിരിക്കും ഇതിൽ നല്ലതെന്ന് തോന്നുന്നു. അതെന്തായിരുന്നാലും അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് ഏകദേശം അങ്ങനെ നമുക്ക് ഒരുപാട് കിലോ എന്ന് പറയുന്ന രീതിയിലോട്ട് വന്നിട്ടില്ല. നമുക്കത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം.